സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. എൻ സ്നേഹഗീതമാ യേശുനാഥനേ, എൻ സ്നേഹഗീതമാ യേശുനാഥനേ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എല്ലാവർക്കും സ്നേഹവന്ദനം. എവിടെയെങ്കിലുമൊക്കെ ഓഫറുകളുണ്ടെങ്കിൽ അങ്ങോട്ട് ആളുകൾ എരച്ചെത്തുക സ്വാഭാവികമാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കടകളിൽ 50% ഡിസ്കൗണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറി നോക്കിയിട്ട് പോകാനായിട്ടുള്ള പ്രവണതയാണ് നമുക്കുള്ളത്. ഇനി ഒരു ഷോപ്പിംഗ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് ചെന്നാൽ അവിടെ പലരും ആദ്യം നോക്കുന്നത് ഒന്നെടുത്താൽ ഒന്ന് സൗജന്യം എന്നെഴുതി വച്ചിരിക്കുന്ന ഭാഗത്തേക്കായിരിക്കും. സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടുവാനായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണ് മനുഷ്യർ. സൗജന്യങ്ങൾ പ്രാപിച്ച് ജീവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ചിലർ വളരെ അഭിമാനികളാണ്. അവർ പറയും, എനിക്ക് ആരുടെയും സൗജന്യം ആവശ്യമില്ല, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എൻ്റെ പണം കൊടുത്ത് വാങ്ങുന്നത് മാത്രം മതി എനിക്ക് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ആരുടെയും ഔദാര്യം ആവശ്യമില്ല. അവർക്ക് തന്നെ മതിയായവരാണ് എന്ന് തോന്നുന്നവരാണ്. അവർക്ക് ആരുടെയും ഒന്നും വേണ്ട, കാരണം അവർക്കെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ സാധ്യമാണ്. ആത്മാവിൻ്റെ രക്ഷ, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് ലോകത്തിൽ ഉള്ള വിവിധ ചിന്താഗതികൾ പരിശോധിച്ചാൽ മിക്കവാറും പ്രവർത്തിച്ച് അഥവാ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ആത്മരക്ഷ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് കൂടുതൽ. അഥവാ പ്രവൃത്തിയിലൂടെ രക്ഷ കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യർ. നമുക്ക് ആ മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മിക്കവാറും മതങ്ങളൊക്കെ, ലോകത്തിലെ മിക്കവാറും മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യണം. അതുപോലെ മതകർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം മരണശേഷം ദൈവം തമ്പുരാൻ നിങ്ങളുടെ ഈ പ്രവൃത്തികളെല്ലാം കൂടി തൂക്കി നോക്കും. അങ്ങനെ തൂക്കി നോക്കുമ്പോൾ ത്രാസിൻ്റെ ഒരു തട്ടിൽ നന്മ പ്രവർത്തികൾ വയ്ക്കും, മറ്റേ തട്ടിൽ ദുഷ്പ്രവർത്തികൾ വയ്ക്കും. എന്നിട്ട് ഏത് തട്ടിനാണോ കനം കൂടുതൽ, നന്മയ്ക്കാണ് കനം കൂടുതലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. ഇനി തിന്മയ്ക്കാണ് കനം കൂടുതലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെടും. ഇതാണ് മിക്കവാറും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു ചിന്ത ഉള്ളിലുള്ളതുകൊണ്ടാണ്, ചെറുപ്പം മുതലൊക്കെ കേട്ട് വളരുന്നതുകൊണ്ടായിരിക്കാം. മനുഷ്യൻ്റെ താല്പര്യവും അതുതന്നെയാണ്, മനുഷ്യൻ്റെ പരിശ്രമങ്ങളും അതുതന്നെയാണ്.
ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലല്ലാതെ എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുക? എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാലല്ലാതെ, പുണ്യങ്ങൾ ചെയ്താലല്ലാതെ എങ്ങനെയാണ് എനിക്ക് സ്വർഗത്തിൽ കയറുവാനായിട്ട് കഴിവുണ്ടാവുക, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ മനുഷ്യരും. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, അതുപോലെ തീർത്ഥാടനങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, മരിച്ചു കഴിഞ്ഞാലും അതിനുള്ള കർമ്മങ്ങളും ക്രിയകളും ഒക്കെ നമുക്ക് കാണാം. മനുഷ്യരൊന്ന് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കാലമാണ്. പണമുള്ള ആളുകളൊക്കെ ചാരിറ്റിക്ക് കൊടുക്കുന്ന ആളുകളാണ്. കോടികൾ കൊടുക്കുന്ന ആളുകളുടെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകൾക്ക് അതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യം, ഞാൻ ഈ കൊടുക്കുന്ന പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന സഹായമൊക്കെ കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എന്നോട് ഒരു ഇഷ്ടം തോന്നിയിട്ട്, എന്നോട് പ്രസാദം തോന്നിയിട്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന താല്പര്യമാണ് മിക്കവാറും ആളുകൾക്കൊക്കെ ഉള്ളത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ആതുര സേവനത്തിനായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒക്കെ സ്ഥാപിച്ചതിൻ്റെ പിറകിൽ ഇങ്ങനെയുള്ള ചില താല്പര്യങ്ങളുണ്ട് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആശുപത്രികൾ പലരും തുടങ്ങിയിരിക്കുന്നത്, അനാഥാലയങ്ങൾ പലരും തുടങ്ങിയിരിക്കുന്നത്, വൃദ്ധസദനങ്ങൾ പലരും തുടങ്ങിയിരിക്കുന്നത്, അതിൻ്റെയൊക്കെ ആരംഭം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ചില താല്പര്യങ്ങൾ അവർക്കുണ്ട്. ഇന്നത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്. ഇന്ന് ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. പക്ഷേ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ ആരംഭിച്ചപ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും കുറേ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത്, ത്യാഗങ്ങൾ സഹിച്ച്, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗം നേടിയെടുക്കണം എന്നാണ്. അതിനുവേണ്ടിയാണ് ഒത്തിരി മനുഷ്യർ കുഷ്ഠരോഗികളെ പരിപാലിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യരെയൊക്കെ എടുത്തുകൊണ്ടുപോയി പലരും പരിചരിച്ചത് അതിനുവേണ്ടിയാണ്. എയ്ഡ്സ് രോഗികളെ പരിചരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് മോക്ഷം കിട്ടണം, എനിക്ക് സ്വർഗം വേണം, ദൈവം എനിക്ക് സ്വർഗം നൽകുവാൻ വേണ്ടി എൻ്റെ ഈ പ്രവർത്തികൾ കാരണമായി തീരണം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഈ വേലകളുടെ കൂലിയായി എനിക്ക് സ്വർഗം ദൈവം തരണം എന്നാണ് മനുഷ്യരാഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കുന്നവന്, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആ ജോലിയുടെ ഒടുവിൽ അതിൻ്റെ കൂലി കിട്ടുക എന്നത് അവൻ്റെ അവകാശമാണ്. അവന് അവൻ്റെ യജമാനൻ കടപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു ആളെ കൂലിക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ പണിയാനായിട്ട് വിളിച്ചിട്ട് വൈകുന്നേരം അവൻ്റെ കയ്യിലേക്ക് 1000 രൂപ എടുത്ത് കൊടുക്കുന്നത് അത് കൃപയല്ല, അത് ഔദാര്യമല്ല, അത് അവന് കടപ്പെട്ടിരിക്കുന്നതാണ്. നാം അവന് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതവൻ്റെ അവകാശമാണ്, അതവൻ്റെ കൂലിയാണ്. ആ കൂലി നിഷേധിക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല, നമുക്ക് അധികാരമില്ല. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഈ ഭൂമിയിൽ സൽപ്രവർത്തികളും നല്ല കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് അവസാനം സ്വർഗം തന്നേ പറ്റൂ, അതെൻ്റെ അവകാശമാണ്, അതെനിക്ക് കിട്ടേണ്ട കൂലിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഫാക്ടറികളുടെയും തൊഴിൽ സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ സമരം ചെയ്യുന്ന ജീവനക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, തന്നേ തീരൂ, തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ അവകാശങ്ങളാണ്. ഞങ്ങളിവിടെ ഇത്രയും കാലം ജോലി ചെയ്തു, ആ ജോലി ചെയ്തതിൻ്റെ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. രക്ഷയുടെ കാര്യത്തിലും പലരുടെയും നിലപാടിതാണ്. അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ഈ സൽപ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവരുടെ സൽപ്രവൃത്തികളുടെ യോഗ്യതകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷ കൂലിയാണ്, ദൈവം നമുക്ക് തന്നേ പറ്റൂ, വേറെ നിർവാഹം ദൈവത്തിനില്ല. ദൈവം നീതിമാനായതുകൊണ്ട് നമ്മൾ ഇത്രയും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കൂലിയായി സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു തരേണ്ടതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നത് ലോകത്തിലെ സകല മതങ്ങൾക്കും വിരോധമായി, ലോകത്തിലെ സകല മതങ്ങളും പഠിപ്പിക്കുന്ന പ്രവൃത്തിയാലുള്ള രക്ഷയ്ക്ക് വിരോധമായി ബൈബിൾ പറയുന്നത് പ്രവൃത്തിയാൽ ഒരു മനുഷ്യനും ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല എന്നാണ്. മനുഷ്യൻ്റെ ഒരു പ്രവൃത്തികൾ കൊണ്ടും രക്ഷയില്ല എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയാണ് ലോകത്തിലെ മതങ്ങളും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. 9-ാമത്തെ വാക്യം, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല.
പ്രിയമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളും കാരണമല്ല. അതായത് ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് നിന്നിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ ചെന്ന് നിന്നിട്ട് പറയുകയാണ്, തുറക്കുക, കാരണം ഞാനിത് നേടിയെടുത്തതാണ്, എൻ്റെ പ്രവർത്തികൾ കാരണം നിങ്ങളെനിക്ക് സ്വർഗത്തിൽ പ്രവേശനം തന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ അത് അസാധ്യമാണ് എന്ന് പറയുകയാണ്. പ്രശംസ എന്ന് പറയുന്നത് അവിടെ ഇല്ല. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളും കാരണമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ദൈവമേ നിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശം നേടിയെന്ന് ഒരു മനുഷ്യനും പറയുവാനായിട്ട് കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് പ്രവർത്തികൾ വഴിയല്ല. രക്ഷ പ്രവർത്തികൾ വഴിയല്ല, രക്ഷ ദാനമാകുന്നു. അത് വിശ്വാസത്താൽ മനുഷ്യൻ ലഭിക്കുന്ന ദാനമാണ്. അത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് ദാനമായിട്ട് തരുന്നതാണ് എന്ന് വചനം പറയുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മനുഷ്യരുടെ ആശയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിനാണ്. കാരണം സ്വർഗം ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ സ്വർഗത്തിൽ എങ്ങനെയുള്ളവരാണ് പ്രവേശിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യരല്ല, മതങ്ങളല്ല, മതത്തിൻ്റെ ആചാര്യന്മാരും നേതാക്കന്മാരുമല്ല. സ്വർഗത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം തമ്പുരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ സ്വർഗത്തിലേക്ക് ആര് പ്രവേശിക്കണം, എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. മനുഷ്യരുണ്ടാക്കിയ മതങ്ങൾ പറയുന്ന ആശയങ്ങളല്ല, മനുഷ്യനെ ഉണ്ടാക്കിയ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആത്മാവിനെ വെച്ച, അവന് നിത്യമായ ഒരു ജീവിതമൊരുക്കുന്ന ദൈവം തമ്പുരാൻ തന്നെ പറയണം എന്താണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശന മാർഗം, എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വർഗം ലഭിക്കുന്നത്, അത് കൂലിയായിട്ടാണോ അതെയോ ദാനമായിട്ടാണോ എന്ന്. അവിടെയാണ് ദൈവം പറയുന്നത് അത് കൂലിയല്ല, അതൊരുത്തൻ്റെയും പ്രവർത്തികൾക്ക് കൊടുക്കുന്ന പ്രതിഫലമല്ല, സൽപ്രവർത്തികൾ ചെയ്തവർക്ക് കൊടുക്കുന്ന കൂലിയല്ല രക്ഷ അല്ലെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത്. അത് ദൈവം ദാനമായി കൊടുക്കുന്നതാണ്. ദൈവം ദാനമായി കൊടുക്കുന്നവനാണ്. ഇവിടെ നമ്മൾ വായിച്ചു, അഭക്തനെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു. അഭക്തനെ നീതീകരിക്കുന്നവൻ, അഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, സമ്മതിച്ചു. പക്ഷേ നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവരാണോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികൾ മാത്രമേ ഉള്ളൂ, അതെയോ സൽപ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടത്തിൽ നാം പാപങ്ങളും ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം പാപത്തെ ശിക്ഷിക്കാതെ വിടുന്നവനല്ല ദൈവം. പാപത്തെ നോക്കിക്കൂടാൻ കഴിയാത്തവണ്ണം വിശുദ്ധമായ കണ്ണുകളുള്ള നീതിമാനായ ദൈവത്തിന്, അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്ക പകരം കൊടുക്കുന്ന ദൈവത്തിന് പാപിയായ ഒരു മനുഷ്യൻ്റെ പാപത്തിന് നേരെ കണ്ണടയ്ക്കുവാൻ കഴിയാത്ത വിധം പരിശുദ്ധനും നീതിമാനുമാണ്. ഈ സത്യം മറന്നുപോയിട്ടാണ് പല ആളുകളും പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കുറച്ച് സൽക്കർമ്മങ്ങളുടെ പേരിൽ സ്വർഗം എനിക്ക് നേടാമെന്ന് വ്യാമോഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്ത പാപങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് മാത്രമാണ്, അതിനെ അവഗണിക്കുന്നത് കൊണ്ടാണ്, അതിനെ നമ്മൾ ഗണ്യമാക്കാത്തത് കൊണ്ടാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഗൗരവമായിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത്. അവിടെയാണ് ഈ പാപം ചെയ്യുന്ന മനുഷ്യൻ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി, ദൈവത്തിൻ്റെ കൽപ്പന കൊടുത്തു, കാര്യമായ കൽപ്പനയൊന്നുമില്ല. ആ തോട്ടത്തിൽ വേല ചെയ്യുക, ആ തോട്ടത്തിലെ ഫലവൃക്ഷങ്ങളെ കഴിച്ച് ജീവിക്കുക, ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് ഒരു കാര്യം മാത്രം ദൈവം വിലക്കിയിരുന്നു, അല്ലേ? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ നന്മകളുടെ അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം കഴിക്കരുത്. ആദോവയും എത്ര നാൾ ആ തോട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചു എന്ന് നമുക്കറിയില്ല. എങ്കിലും സൃഷ്ടിച്ച അന്ന് തന്നെയൊന്നും അല്ല ആ പഴം പറിച്ച് തിന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കുറേ നാളുകൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനയെല്ലാം അനുസരിച്ച് ജീവിച്ചു. പക്ഷെ ഒരു ദിവസം പിശാചിൻ്റെ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് ആ പഴം അവർ പറിച്ചു തിന്നു. ചരിത്രം നമുക്കറിയാം. അന്ന് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി. പാപം ചെയ്ത മനുഷ്യനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ്, എത്ര പാപം ചെയ്തിട്ടാണ് പുറത്താക്കിയത്? ഒരൊറ്റ പാപം മാത്രം. ദൈവത്തിൻ്റെ ഒരു പ്രമാണം ലംഘിച്ചു. ഒരുപക്ഷെ മറ്റനേക പ്രമാണങ്ങൾ അനുസരിച്ചവരാണവർ. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അനേക ദിവസങ്ങൾ, മാസങ്ങൾ ജീവിച്ചവരാണവർ. എന്നാൽ
അതിനൊന്നും ഒരു വിലയും ഉണ്ടായില്ല. ആ ഒരൊറ്റ പാപം ചെയ്ത ദിവസം ദൈവം അവരെ ആ തോട്ടത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയുകയാണ് ചെയ്തത്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഒരു പാപം കൊണ്ടുപോലും നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നമ്മളെങ്ങനെയാണ് സ്വർഗത്തിന് അവകാശികളായിത്തീരുന്നത്? നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ കൂലി വേണമെന്ന് അവകാശപ്പെട്ടാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നാം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കൂലി നമുക്ക് ദൈവം തരേണ്ടി വരും. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശമ്പളം ദൈവം നമുക്ക് തരുവാനായിട്ട് തീരുമാനിച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നാം മരിക്കേണ്ടി വരും. ആ മരണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന മരണം മാത്രമല്ല, എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ട് നമ്മുടെ ആത്മാവ് നിത്യമായ നാശത്തിലേക്ക് പോകുന്ന, നിത്യ നരകത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ആ നിത്യമായ വേർപാടായ മരണം, ആത്മീകമായ ആ മരണം നമുക്ക് കൂലിയായിട്ട് ദൈവം തന്നേ തീരൂ. കാരണം ദൈവം നീതിമാനാണ്. നമ്മൾ പാപം ചെയ്യുന്നവരാണ്, നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നവരാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ നന്മ ചെയ്യുന്നൊരു മനുഷ്യനാണ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് അവകാശപ്പെടുമ്പോൾ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എത്ര നന്മ ചെയ്തു? എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നന്മയായിരുന്നോ കൂടുതൽ പാപമായിരുന്നോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എത്രയുണ്ട് എന്ന് പോലും അറിയാത്തവരാണ് മനുഷ്യർ. ബൈബിൾ വായിച്ചു നോക്കിയാൽ, പഴയ നിയമം തന്നെ വായിച്ചു നോക്കിയാൽ ഏതാണ്ട് 623 കൽപ്പനകളുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞ 49 കൽപ്പനകളുണ്ട്. ഇത് ഏതാണെന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മുഴുവനും നമ്മൾ അനുസരിക്കാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നന്മ മാത്രം ചെയ്യുന്നവരാണ് എന്ന് വെറുതെ അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചിലതൊക്കെ അനുസരിക്കുന്നവരാണ്, ശരിയാണ്. നമ്മൾ ചില സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണ്, ശരിയാണ്. അതൊന്നും ദൈവം കാണാതെ പോകുന്നവരല്ല. പക്ഷേ സൽപ്രവർത്തികളുടെ എണ്ണം നോക്കി നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുകയല്ല ദൈവം ചെയ്യുന്നത്. അതിനുള്ള വകുപ്പ് അവിടെയില്ല. കാരണം ഒരു പാപം കൊണ്ട് പോലും ദൈവസ്ഥലത്തിൽ കയറി ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ 1000 അല്ല 10,000 സൽപ്രവൃത്തികൾ ചെയ്തു, ഒരു പാപമേ ചെയ്തുള്ളൂ എങ്കിൽ പോലും നമുക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ടുള്ള യോഗ്യതയില്ല. വി ആർ ഡിസ്ക്വാളിഫൈഡ്. നമ്മൾ അയോഗ്യരായി തീർന്നിരിക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്വർഗം കൂലിയായിട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ വായിക്കുകയാണ്. നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ചെയ്താലും അത് പാപത്തിൻ്റെ കറ പുരണ്ട സൽപ്രവൃത്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സൽപ്രവർത്തികളുടെ യോഗ്യത കൊണ്ട് മനുഷ്യന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്, രക്ഷ പ്രവർത്തികളാൽ സാധ്യമല്ല, ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്താൽ നീതീകരണം സാധ്യമല്ല, രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. കാരണം മനുഷ്യൻ പാപിയാണ്, ഈ പാപത്തിന് പരിഹാരം വരണം. അവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, റോമാലേഖനം 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം പറയുന്നത്, അഭക്തനെ നീതീകരിക്കുന്നവനുള്ള വിശ്വാസം മൂലം പാപികളായ മനുഷ്യരെ ദൈവസന്നിധിയിൽ നീതീകരിക്കുന്ന ദൈവം, ആ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, അഭക്തനായ മനുഷ്യരെ നീതീകരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട യേശുക്രിസ്തു എന്ന രക്ഷിതാവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ അഭക്തികൾക്ക് പരിഹാരം വരികയാണ്, നമ്മുടെ പാപപ്രവർത്തികൾക്ക് പരിഹാരം വരികയാണ്. ആ വിശ്വാസം, യേശുക്രിസ്തുവിൽ നാം വയ്ക്കുന്ന വിശ്വാസമാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം, അല്ലെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത്. റോമാലേഖനം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്നവൻ്റെ ഭാഗ്യം. കാരണം അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. അവൻ്റെ ജീവിതത്തിൽ കാര്യമായ സൽപ്രവൃത്തികളൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇനി ചെയ്തതൊക്കെയാണെങ്കിലും പാപത്തിൻ്റെ കറ പുരണ്ടതാണ്. ഇനി ഒരു വശത്ത് നോക്കിയാൽ ചില സൽപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മറുവശത്ത് നോക്കിയാൽ പാപപ്രവൃത്തികളുടെ എണ്ണമാണ് കൂടുതൽ. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ദൈവം ദാനമായി നീതി കണക്കിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ, അതിനൊരു സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ കണക്കിട്ട് കിട്ടിയ മനുഷ്യർ എത്ര ഭാഗ്യവാന്മാരാണ്. നമുക്കും ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാകാം കേട്ടോ. കാരണം നമ്മൾ ചെയ്ത നീതിപ്രവർത്തികൾ വഴി രക്ഷയില്ല. ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് വിധിയുണ്ട്, നമുക്ക് ശിക്ഷയുണ്ട് എങ്കിൽ
എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് കാത്തു നിൽക്കുന്ന മനുഷ്യരോട് ദൈവത്തിന് പറയുവാനുള്ള സുവിശേഷം ഇതാണ്: അഭക്തനാണോ നിങ്ങൾ? അതിക്രമക്കാരനാണോ നിങ്ങൾ? പാപിയാണോ നിങ്ങൾ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിയാണോ? ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം തന്നെ വരുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ എൻ്റെ പ്രിയമുള്ളവരെ, പാപികളായ നമ്മളോട് കരുണയുള്ള ദൈവം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നു, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി. കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. മനുഷ്യപുത്രൻ വന്നത് പാപികളായ മനുഷ്യരെ നാശത്തിൻ്റെ വഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്, അഥവാ നിത്യനാശത്തിലേക്ക് പോകുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പാപത്തിന് ദൈവം വിധിച്ചിരിക്കുന്ന ആ നിത്യശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ലോകത്തിലേക്ക് വന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിക്കുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ പകരം നൽകുവാനുമായിട്ടാണ്. മറുവിലയായിട്ട് നൽകുവാനാണ്, പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നൽകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് ഈ യേശു എന്ന രക്ഷിതാവിനെ തിരിച്ചറിയുകയും ആ യേശുവിനെ രക്ഷകനാണ് എന്ന് വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അല്ല നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നത്, യേശു മരിച്ചത്, ഉയർത്തെഴുന്നേറ്റതെന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് വിശ്വസിക്കുവാൻ എനിക്ക് ദൈവം കൃപ നൽകി. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും പറയാം, കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുന്ന് ക്രൂശിൽ കയറിയത്. യേശുക്രിസ്തുവിൻ്റെ ആ പാപമില്ലാത്ത രക്തം കർത്താവ് ഒഴുക്കി തന്നത് നിങ്ങൾ ചെയ്ത പാപപ്രവൃത്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, കൂലിയായി കിട്ടുവാൻ സാധ്യതയില്ലാത്ത സ്വർഗം ദാനമായി, സമ്മാനമായി തരുവാൻ ദൈവം ഒരുക്കമാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദാനമായി ദൈവം നമുക്ക് നൽകുന്ന ഈ രക്ഷ സ്വന്തമാക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അഭക്തനെ നീതീകരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം സൗജന്യമായി നമുക്ക് നീതീകരണം തരികയാണ്. സൗജന്യമായി നമ്മെ നീതീകരിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. സൗജന്യമായി നമ്മെ ദൈവമക്കളെന്ന പദവിയിലേക്ക് ഉയർത്തുകയാണ്. ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ സമ്പത്തിന്, അഥവാ സ്വർഗത്തിന് അവകാശിയായി തീരുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ആത്മരക്ഷ, നിത്യജീവൻ, സ്വർഗം, ഇതൊന്നും നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന കൂലിയാണ് എന്നല്ല തിരുവെഴുത്തുകൾ പറയുന്നത്. നമുക്ക് നേടുവാൻ കഴിയാത്ത ഈ സൗഭാഗ്യം ദൈവം നമുക്ക് സമ്മാനമായി തരുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ എന്ന് തിരുവെഴുത്തുകളിൽ ആവർത്തിച്ച് പറയുകയാണ്. ആർക്കാണിത് ലഭിക്കുന്നത്? ഈ ദാനം ലഭിക്കുവാനുള്ള ഒരേ ഒരു യോഗ്യത യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ ഹൃദയത്തിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമാണ്. ഒരു കർമ്മങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല, ഒരു തീർത്ഥാടനങ്ങളും നടത്തേണ്ടതായിട്ടില്ല, ഒരു രൂപ പോലും അതിനുവേണ്ടി മുടക്കേണ്ടതായിട്ടില്ല. യേശുവിനെ ഹൃദയത്തിലേക്ക്, കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണ് ക്രൂശിലേറിയത്, എൻ്റെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത്, എനിക്ക് വേണ്ടിയാണ് നീ അവിടെ ജീവൻ അർപ്പിച്ചത്, നീ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും എനിക്ക് രക്ഷ നേടിത്തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രക്ഷ എന്ന ദാനം നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മനുഷ്യൻ ഇന്ന് അന്വേഷിക്കുന്ന ആത്മരക്ഷയെക്കുറിച്ച്
ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നതായിരിക്കുന്ന ചില സത്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഇന്ന് അന്വേഷിക്കുന്ന ആത്മരക്ഷ അത് സൗജന്യമായി ദൈവം മനുഷ്യന് നൽകുന്നു എന്നുള്ളതാണ്. അത് ദൈവം തൻ്റെ കൃപയാൽ മനുഷ്യന് നൽകുന്നതാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇത്ര ലളിതമായിരിക്കുന്ന രക്ഷ അത് ദാനമായി സൗജന്യമായി ദൈവം നമുക്ക് നൽകുമ്പോൾ താങ്കളത് പ്രാപിച്ചുവോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ കഴിച്ചതായിരിക്കുന്ന പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം അവനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പാപിയാണ്, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ് എന്നുള്ളത് അംഗീകരിച്ച് നാം ചെയ്തതായിരിക്കുന്ന പാപങ്ങളൊക്കെയും ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് നോക്കി കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെക്കിൽ അടുത്തു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന സന്ദേശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അത് കൃപയാണ്, അത് സൗജന്യമായി ദൈവം നൽകുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായിരിക്കുന്ന വാർത്തയാണ്. ഇന്ന് ഈ വചനങ്ങളെ കേട്ട അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കുവാൻ, പാപത്തിൻ്റെ ആ ഭയാനകതയെ മനസ്സിലാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ജീവിതങ്ങളെ കർത്താവിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി